ക്രിസ്ത്യാനികളെ ഒറ്റിക്കൊടുക്കുന്ന ക്രൈസ്തവ നാമധാരികളെ തിരിച്ചറിയണം. കാസയ്ക്കും ക്രിസംഖ്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയലിലൂടെയാണ് സഭ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ ട്രെയിനിലും തെരുവിലും ക്രിസ്ത്യാനികളെ വിചാരണ ചെയ്യുകയാണ്. വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും കേരളത്തിൽ ക്രിസ്ത്യാനികളോട് പ്രേമം നടക്കുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടത്താപ്പ് അവരുടെ കേരള ഘടകം തിരിച്ചറിയണമെന്ന് കത്തോലിക്ക സഭ ദീപികയിലെ എഡിറ്റോറിയലിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിരൂക്ഷ വിമർശനമുയർത്തി സഭ രംഗത്തെത്തിയിരിക്കുന്നത്. BJPക്കും സംഘപരിവാറിനുമൊപ്പം ചേർന്ന് ക്രിസ്ത്യാനികളെ ഒറ്റിക്കൊടുക്കുന്ന ക്രിസംഖ്യകളെയും അവരുടെ കാസ പോലുള്ള സംഘടനകളെയുമാണ് ദീപിക രൂക്ഷമായി വിമർശിക്കുന്നത്. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്ക് നേരെ 4316 അതിക്രമങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനും ഹിന്ദുത്വ ശക്തികൾ ചവിട്ടിമെതിക്കുന്ന ക്രൈസ്തവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കാനും സംഘപരിവാറിനൊപ്പം ക്രിസ്ത്യൻ നാമധാരികളായ ശുഭ്രവസ്ത്രധാരികളും അവരുടെ ദല്ലാളന്മാരും ഒളി സംഘടനകളുമുണ്ട്. പക്ഷേ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തെളിയുകയോ കേസുകളിൽ അന്വേഷണം നടത്തുകയോ ചെയ്യില്ല എന്നും കന്യാസ്ത്രീകളല്ല ബന്ദി മതേതര ഭരണഘടന എന്ന എഡിറ്റോറിയലിൽ ദീപിക കുറ്റപ്പെടുത്തുന്നു. ക്രൈസ്തവ സഹകരണത്തോടെ എങ്ങനെയെങ്കിലും വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും 1 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കുറച്ച് സീറ്റുകൾ സ്വന്തമാക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന കേരള BJP നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണം. ക്രിസ്ത്യാനികളായ ഷോൺ ജോർജിനെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി നിയോഗിച്ചതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ഈ സംഭവം കേരളത്തിലെ BJP നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.